സംസ്കൃത സർവകലാശാല വിസിയുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസിനെതിരെ SFI നടത്തിയ സമരാഭാസത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് ചാൻസലറായ ഗവർണർ. പോലീസിന്റെ തുടർ നടപടികൾ ലോക്ഭവൻ കൃത്യമായി തന്നെ നിരീക്ഷിക്കും. ഗവർണറുടെ നിർദ്ദേശത്തിന് പിന്നാലെ കൂടുതൽ SFI പ്രവർത്തകരെ പിടികൂടാനും പോലീസ് നീക്കം ആരംഭിച്ചു. സിസ തോമസിന്റെ പ്രതീകാത്മക ശവസംസ്കാരം നടത്തിയ SFIക്കെതിരെ വലിയ പ്രതിഷേധമാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഈ വാർത്ത സത്യത്തിൽ ഒരു അധ്യാപികയ്ക്കെതിരെ ഇത്രത്തോളം ഹീനമായൊരു പ്രവൃത്തി ചെയ്ത SFIക്കെതിരെ വലിയ വിമർശനം സംസ്ഥാനത്ത് ഉയരുന്നുണ്ട്. ഇതിനു മുൻപും SFI നടത്തിയിട്ടുണ്ട്, വിക്ടോറിയ കോളേജിലടക്കം. അപ്പോൾ ഈ വിഷയം യഥാർത്ഥത്തിൽ ജനം TV-യാണ് കൊണ്ടുവന്നത്. ജനം TV-യുടെ ഒരു വലിയ വാർത്തയായിരുന്നു സിസ തോമസിനെതിരെയുള്ള ഈ ഹീനമായ SFIയുടെ നടപടി. അതിൽ കൂടുതൽ നടപടികൾ വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. SFIക്കല്ലാതെ ഇങ്ങനെ അധ്യാപകരോട് പെരുമാറാൻ അവർക്ക് മാത്രം സാധിക്കും. ഗുരുക്കന്മാരാണ്, മാതാപിതാ ഗുരു ദൈവം എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗുരു, അക്ഷരം പറഞ്ഞു തരുന്ന പഠിപ്പിക്കുന്ന ഗുരുവിനെ ഇത്ര നിന്ദ്യമായ രീതിയിൽ ഒരു പ്രവൃത്തി ആ ഗുരുവിനെതിരെ ചെയ്യാൻ ഇവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. മനുഷ്യത്വമുള്ള ആളുകൾക്കത് സാധിക്കില്ല. എന്തായാലും ഈ വാർത്തയുടെ വിവരങ്ങളുമായി ശാലിനിയോട് ചോദിക്കാം. രഞ്ജിത്ത്, രാഖി, എന്തായാലും നാട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മോശമായ രീതിയിലുള്ള ഒരു സമര ആഭാസമാണ് കഴിഞ്ഞ ദിവസം കാലടി സംസ്കൃതം സർവകലാശാലയിൽ VC ഡോക്ടർ സിസ തോമസിനെതിരെ SFI നടത്തിയത്. അവിടെ മാത്രമല്ല, സമാനമായി പല സർവകലാശാലകളിലും മുൻപും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ സമരത്തോട് VC-മാരടക്കമുള്ളവർ പ്രതിഷേധം അറിയിച്ചൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഒരു VC കൂടിയായിട്ടുള്ള സിസ തോമസ് ഒരു വനിത എന്ന പരിഗണന പോലും നൽകാതെ നിരന്തരമായി മുൻപ് സർക്കാർ ഉപദ്രവിച്ചിരുന്ന ഒരു VC ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കാലടി സംസ്കൃത സർവകലാശാലയുടെ അധിക ചുമതല കൂടി ലഭ്യമായപ്പോൾ ഇത്തരത്തിൽ മോശമായ രീതിയിൽ അവരെ അപമാനിക്കുന്നു, കയ്യേറ്റം ചെയ്യുന്നു, അസഭ്യം പറയുന്നു, കൂടെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫുകളെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും അടക്കം ഉപദ്രവിക്കുന്നു, ഔദ്യോഗിക വാഹനം കേടുപാടുകൾ വരുത്തുന്നു. ഇതിൽ മറ്റ് VC-മാരും അതൃപ്തി അറിയിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഗവർണർ കൂടി കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവിയെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഈ കേസ് അന്വേഷണം എവിടെ എത്തി, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം മുട്ടിയ സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. അതിന് പിന്നാലെയാണ് അടിയന്തരമായി കേസെടുക്കണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ 79ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റുകൾ വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നടപടിയിലേക്കാണ് പോലീസ് സേന കടക്കുകയും ചെയ്യുന്നത്. ഇതിൽ കൃത്യമായ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലോക്ഭവൻ നിരീക്ഷിക്കുകയാണ്, ഗവർണർ നിരീക്ഷിക്കുകയാണ്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നത്? കാരണം താനടക്കമുള്ളവർ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. അതിൽ നടപടികൾ വൈകിപ്പിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ലോക്ഭവൻ നിരീക്ഷിക്കുകയാണ്. അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി വീണ്ടും ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്താനുള്ള സാധ്യതകളാണ് തെളിയുകയും ചെയ്യുന്നത്. എന്തായാലും വലിയ വാർത്തയായ, വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സമര ആഭാസത്തിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, കോളേജ് ക്യാമ്പസിന് പുറത്തുനിന്നടക്കം വിദ്യാർത്ഥികൾ അതിനകത്തെത്തി, ചില SFI പ്രവർത്തകർ അതിനകത്തെത്തിയാണ് കാലടി സംസ്കൃത സർവകലാശാല ഇത്തരത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിച്ചത്. അവരെ അടക്കം കണ്ടെത്തണം. CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ മറ്റ് പുറത്തു വന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് DGPക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ നൽകുകയാണ്. ഓരോ ദിവസവും ഈ കേസിന്റെ അപ്ഡേഷൻ ലോക്ഭവൻ ചോദിക്കുന്നുണ്ട്. SFIയുടെ സമരാഭാസത്തിൽ പോലീസ് നടപടി കടുപ്പിക്കുന്നുണ്ട്. ആ പോലീസ് നടപടിയെ ലോക്ഭവൻ നിരീക്ഷിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ യാതൊരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ശാലിനിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.